ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ഫൺ ലേണിംഗ് ചാനൽ. ഈ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തത് അൽവിൽ സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് എളുപ്പത്തിൽ പഠിക്കാനും ക്രിയേറ്റിവിറ്റിയിലൂടെ പഠിത്തം ഈസിയാക്കി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ മോട്ടീവ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു വാച്ച്, ലേൺ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ലെറ്റ്സ് മേക്ക് സ്റ്റഡിങ് ഫൺ ടുഗെദർ. താങ്ക് യു ഫോർ ജോയിനിങ് ആൻഡ് ലെറ്റ് ഗെറ്റ് റെഡി ടു ലേൺ വിത്ത് മീ. ഹലോ കിഡ്സ്, വെൽക്കം ബാക്ക് ടു ഫൺ ലേണിംഗ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താ? നമ്മളെ APS3 ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പം മക്കളെ, മൊത്തം നമുക്ക് 9 യൂണിറ്റ്സ് ആണ് ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റത്തെ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കാമെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ആദ്യം ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടൻറ്റ് വായിച്ചിട്ട് പിന്നെ അതൊരു സ്റ്റോറി ടൈപ്പിലായിട്ട് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. ഓക്കെ, ജസ്റ്റ് നമ്മളിപ്പം ഫസ്റ്റിലെ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരും. അതിനുശേഷം സ്റ്റോറി ടൈപ്പിൽ നിങ്ങൾക്ക് ഫുള്ളി കണ്ടൻറ്റ് പറയുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് പാഠത്തിലേക്ക് കടക്കാം. യൂണിറ്റ് 1, ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്. Dear friends, we cannot even think of a word without computers now. Let's learn the history of computers. ഇപ്പം എന്താ പറയുന്നത്, നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഇല്ലാത്തൊരു വേർഡ് തിങ്ക് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്ത് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ എന്ത് ആവശ്യത്തിനും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? ഫോൺസ്, അതേപോലെ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ഫ്യൂച്ചറിൽ ഈ കമ്പ്യൂട്ടേഴ്സും ഫോണൊന്നും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ഓൾഡ് ഡിവൈസസ് ദാറ്റ് ലീഡ് ടു ദി ഇൻവെൻഷൻ ഓഫ് കമ്പ്യൂട്ടർ. അതായത് എന്താ പറയുന്നത് വെച്ചെങ്കിൽ, ഈ കമ്പ്യൂട്ടേഴ്സ് പെട്ടെന്ന് ഉണ്ടായതൊരു സംഭവമല്ലല്ലോ. ഇത് കുറേ പരീക്ഷണങ്ങളും കുറേ കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് അവസാനം നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, നമ്മളെ മുന്നിലുള്ള ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് നമുക്ക് തരുന്നത് ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ പണ്ടത്തെ അങ്ങനത്തെ ഓൾഡ് ഡിവൈസസ്, അതേപോലെ പണ്ടത്തെ ആ ഓൾഡ് ഡിവൈസസ് ഏതൊക്കെയാണ്, അതായത് കമ്പ്യൂട്ടറിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ള ഡിവൈസസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സോ മക്കളെ, നമുക്കെന്നാൽ ഫസ്റ്റ്ലി അബാക്കസിനെ കുറിച്ച് നോക്കാം. അബാക്കസ്. The Chinese people developed the abacus, which helped in counting large numbers. It was made up of a wooden frame with rods. Each rod had a definite numbers of beads. The abacus was the first calculating device. ഇതെന്താണ്? ചൈനീസ് പീപ്പിളാണ് അബാക്കസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ലാർജ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബാക്കസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് അബാക്കസ് ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു കൊച്ചു സ്റ്റോറി എക്സ്പ്ലനേഷൻ കണ്ട് നോക്കാം. അപ്പോൾ മക്കളെ, നമുക്ക് അബാക്കസിന്റെ ഹിസ്റ്ററി ഒരു കഥയിലൂടെ പഠിക്കാം. A long time ago, in a land called China, people doesn't have phones or computer. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു പണ്ടൊരു രാജ്യത്ത് ഒരു ചൈന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയുള്ള പീപ്പിൾസ്, അതായത് മനുഷ്യന്മാരുടെ കയ്യിൽ ഫോണ്, മൊബൈൽ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സോ ദേ മെയ്ഡ് എ ക്ലബർ ടൂൾ കോൾഡ് എൻ അബാക്കസ്. അപ്പോൾ അവരെന്ത് വേണമെടുത്തു? ഒരു ക്ലബർ ആയിട്ടുള്ള, അതായത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ഒരു ടൂള് ക്രിയേറ്റ് ചെയ്തു. ആ ടൂളിന് അവരെന്ത് പേരിട്ടു? അബാക്കസ് എന്ന് പറഞ്ഞ പേരിട്ടു. സോ ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ബോക്സ് വിത്ത് സ്റ്റിക്സ് ആൻഡ് ബീഡ്സ് ആണ്. അപ്പം ആ ഒരു അബാക്കസ് എന്ന് പറയുന്നതിൻ്റെ ഒരു രൂപം എങ്ങനെയായിരിക്കും? ഒരു ഫ്രെയിം, ഒരു വുഡൻ്റെ ഫ്രെയിമിൽ കുറേ സ്റ്റിക്സ് ഉണ്ടാവും. ആ സ്റ്റിക്സിൻ്റെ ഉള്ളിൽ കുറച്ച് ബീഡ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് ഈ അബാക്കസിൽ ചൈനക്കാർ കൊടുത്തിട്ടുള്ളത്. വെൻ യു സ്ലൈഡ് ദി ബീഡ്സ്, യു ക്യാൻ കൗണ്ട് നമ്പേഴ്സ് 1 bead, 2 bead, 3 beads, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതായത് നമ്മളിപ്പം വലത്ത് ഭാഗത്തു നിന്ന് ഇടത്തെ ഭാഗത്തേക്ക് ഓരോരോ ബീഡ്സ് നീക്കുമ്പോഴും നമ്മൾ ആ ഒരു ബീഡ്സ് നീക്കിയെങ്കിൽ നമ്മൾ 1 എന്ന് കൗണ്ട് ചെയ്യും. രണ്ടാമത്തെ ബീഡ്സ് നീക്കുകയാണെന്ന് നമ്മൾ 2 എന്ന് കൗണ്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിനെ നമ്മൾ കാൽക്കുലേറ്റിംഗ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ദി ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ആണ് അബാക്കസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡിവൈസിന്റെ പേരാണ് അബാക്കസ്. രണ്ടാമത്തേതായിട്ട് നമുക്ക് എന്ത് പഠിക്കാം? നെപ്പേരിയേഴ്സ് ബോൺസിനെ കുറിച്ച് പഠിക്കാം.
ജോൺ നെപ്പേരിയർ ഇൻവെൻറ്റഡ് എ ടൂൾ കോൾഡ് നെപ്പേരിയസ് ബോൺസ്. അതായത് ഇതാരാണ് ഇൻവെൻറ്റ് ചെയ്തത്? ഇൻവെൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇൻവെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ടൂള് ക്രിയേറ്റ് ചെയ്തത് നെപ്പേരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ നെപ്പേരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ സിംപ്ലിഫൈങ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെപ്പേരിയസ് ബോൺസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കുട്ടികൾ. ബാക്കിയുള്ള സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടൊക്കെ നമുക്ക് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കതിൻ്റെ ഒരു കൊച്ചു എക്സ്പ്ലനേഷൻ കേട്ട് നോക്കാം. സോ നെപ്പേരിയസ് ബോൺസ് എന്ന് പറയുന്നത് ഒരു നമ്പർ സ്റ്റിക്കിനെയാണ് നെപ്പേരിയസ് ബോൺസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് ഫ്ലൈ ടു എ പ്ലേസ് കോൾഡ് സ്കോട്ട്ലാൻഡ്. അപ്പം ഈ നെപ്പേരിയസ് ബോണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. എ സ്മാർട്ട് മാൻ നെയ്മഡ് ജോൺ നെപ്പേരിയർ മെയ്ഡ് സംതിങ് കോൾഡ് നെപ്പേരിയസ് ബോണ്ട്. സോ ഈ നെപ്പേരിയസ് ബോണ്ട് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ജോൺ നെപ്പേരിയർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ നെപ്പേരിയ ബോൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ അതെന്താണ് സംഭവം നോക്കിയാലോ നമുക്ക്. ദേ വർ ലോങ് സ്റ്റിക്ക് വിത്ത് നമ്പേഴ്സ് ഓൺ ദം. അതൊരു വലിയൊരു സ്റ്റിക്കാണ്, ഒരു ലോങ് സ്റ്റിക്ക്. അതിന്റെ ആ ലോങ് സ്റ്റിക്കിന്റെ ഉള്ളിൽ എന്തുണ്ട്? നമ്പേഴ്സ് ഉണ്ട്, കുറെ നമ്പേഴ്സ് ഉണ്ടാവും അതിന്റെ ഉള്ളിൽ. സോ ലോങ് എഗോ കിഡ്സ് ഡസൻറ്റ് ഹാവ് കാൽക്കുലേറ്റർ. അപ്പം പണ്ടത്തെ കാലത്തിൽ ഞാൻ പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്തിൽ കുട്ടികൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ, അതിനൊന്നും കുട്ടികൾക്ക് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഫോൺ, കമ്പ്യൂട്ടേഴ്സ് അതൊന്നും ഇല്ല. സോ അപ്പോഴാണ് ദേ യൂസ്ഡ് ദോസ് സ്റ്റിക്സ് ടു ഡു ബിഗ് മാത്സ് ലൈക്ക് ടൈംസ്, ടേബിൾസ് ആൻഡ് ഫൈൻഡിങ് ദി സ്ക്വയർ റൂട്ട്. അപ്പം ആ ഒരു ടൈമിൽ ഒരു വലിയ മാത്സ്, നമുക്കറിയാലോ മാത്സ് എന്ന് പറയുന്നത് കൊച്ചു സബ്ജക്റ്റ് അല്ല, അതിൽ ഒരുപാട് സബ്ജക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ ഈ നെപ്പേരിയർ ബോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടേബിൾസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടേബിൾസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും അതേപോലെ സ്ക്വയർ റൂട്ട്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഈ മൾട്ടിപ്പിൾ ടേബിൾസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. സോ സ്ക്വയർ റൂട്ട് എന്നാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. It was like using a magic number sticks to solve the tricky sums. ഇതെന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാക്കി. ഈ ഒരു നെപ്പേരിയ ബോൺസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് മൂന്നാമതായിട്ട് ഏത് ഡിവൈസിനെ കുറിച്ചിട്ട് പഠിക്കാം? പാസ്കലിൻ കാൽക്കുലേറ്ററിനെ കുറിച്ച് പഠിക്കാം. The Pascalin calculator was developed by young French mathematician Blaise Pascal in 1642. അതായത് ഈ കാൽക്കുലേറ്റർ പാസ്കലിൻ കാൽക്കുലേറ്റർ ആരാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആണ്. ആ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ്റെ പേരെന്താണ്? ബ്ലെയ്സ് പാസ്കൽ. ഏത് വർഷത്തിലാണത് നിർമ്മിച്ചിട്ടുള്ളത്? 1642 നിർമ്മിച്ചിട്ടുള്ളത്. It was a rectangular box with a system of gears and wheels ആണ്. അതൊരു റെക്ടാങ്കുലർ ഷേപ്പ്, നിങ്ങൾക്കറിയാമല്ലോ റെക്ടാങ്കുലർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബോക്സ് ആണ്. ആ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? കുറച്ച് വീൽസും അതേപോലെ ഗിയേഴ്സും ഉണ്ട്. വിച്ച് കുഡ് ആഡ് ആൻഡ് സബ്സ്ട്രാക്ട് നമ്പേഴ്സ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. പാസ്കലിൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതിനാണ് ആഡ് ചെയ്യാനും കുറക്കാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം. സോ നമുക്കിനി പാസ്കലിൻ കാൽക്കുലേറ്റർ എന്താണെന്ന് നോക്കാം. പാസ്കലിൻ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് ഒരു നമ്പർ മെഷീൻ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് ട്രാവൽ ടു ഫ്രാൻസ് എ ലോങ് ടൈം അഗോ. ഇതിപ്പോൾ നടക്കുന്നത് ഫ്രാൻസിലാണ്. എ ബോയ് നെയ്മഡ് ബ്ലെയ്സ് പാസ്കൽ wanted to help his dad with maths. അപ്പോൾ ഈ ബേസിൽ പാസ്കൽ എന്ന് പറയുന്ന കുട്ടിക്ക് തൻ്റെ ഉപ്പാനെ മാത്സിൽ സഹായിക്കണം എന്നുണ്ടായി. അങ്ങനെയാണ് ആ കുട്ടി പാസ്കലിൻ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഐഡിയ തിങ്ക് ചെയ്തത്. സോ ഹി മെയ്ഡ് എ കൂൾ ബോക്സ് വിത്ത് വീൽസ് കോൾഡ് പാസ്കലിൻ കാൽക്കുലേറ്റർ. അപ്പം അതൊരു കുട്ടി ബോക്സ് ആണ്. ഈ പാസ്കലിൻ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി ബോക്സ് വിത്ത് എൻജിൻസ് ആണ്. അതിൻ്റെ ഉള്ളിൽ കുറേ ചക്രങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് ഇങ്ങനെ വട്ടത്തിലുള്ള എൻജിൻ ടൈപ്പിലുള്ള ഒരു കാൽക്കുലേറ്റർ ആണ് പാസ്കലിൻ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. When you turn the wheels,
It could add and subtract the numbers just like a little number machine. അതായത് നമ്മ ഈ വീൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടി ബോക്സ് ആണ്. ആ ബോക്സിന്റെ ഉള്ളിൽ കുറെ വീൽസ് ഉണ്ടാവും, കുറെ റൗണ്ട് റൗണ്ട് ഷേപ്പിലുള്ള വീൽസ് ഉണ്ടാവും. സോ ആ വീൽസ് നമ്മ ഇങ്ങനെ തിരിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനും അതേപോലെ കുറക്കാനും സബ്സ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയാണ് ഈ പാസ്കലിൻ കാൽക്കുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് പാസ്കലിൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ആ എൻജിൻ അല്ലെങ്കിൽ ആ ഒരു വീല് നമ്മൾ എന്താക്കും, തിരിക്കുമ്പോഴാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മളെ നാലാമത്തെ ഡിവൈസ് ഏതാണ്? ഡിഫറൻസ് എഞ്ചിനാണ് നമ്മളെ നാലാമത്തെ ഡിവൈസ്. ഇറ്റ് വാസ് ഡിസൈൻഡ് ബൈ ചാൾസ് ബാബേജ്, നോൺ today as the father of computer in 1822. It was helped to do mathematical operation automatically. അപ്പം ഈ ഡിഫറൻസ് എഞ്ചിൻ ആരാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ചാൾസ് ബാബേജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. സോ ചാൾസ് ബാബേജ് ആരാണ്? ചാൾസ് ബാബേജിനെ നമ്മൾ വേറൊരു രീതിയിൽ അറിയപ്പെടുന്നുണ്ട്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫാദറായിട്ടും നമ്മൾ ചാൾസ് ബാബേജിനെ അറിയപ്പെടുന്നുണ്ട്. ഇത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്? 1822 ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മളെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെ പറയുന്ന ഒരുപാട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ സ്വയമേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓട്ടോമാറ്റിക്കലിൻ്റെ അർത്ഥം എന്താണ്? സ്വയമേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻസ് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. Now let's talk about different engine. ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബിഗ് മാത്ത് മെഷീൻസ് ആണ്, അതായത് ഒരു ബിഗ് മാത്തമാറ്റിക് മെഷീൻസ് ആണ്. ലെറ്റ്സ് ഗോ ടു ഇംഗ്ലണ്ട് നൗ. അപ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത്? ഇത് ഇംഗ്ലണ്ടിലാണ് നടക്കുന്നത്. എ സ്മാർട്ട് മാൻ നെയ്മഡ് ചാൾസ് ബാബേജ് മെയ്ഡ് എ ബിഗ് മെഷീൻ കോൾഡ് ദി ഡിഫറൻസ് എഞ്ചിൻ. അതായത് ഈ ഡിഫറൻസ് എഞ്ചിൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പേരെന്തായിരുന്നു? ചാൾസ് ബാബേജ് ആണ്. നമുക്ക് ഈ ചാൾസ് ബാബേജ് എന്ന് പറയുന്നതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ചാൾസ് ബാബേജ് ഈസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ഓക്കെ, ചാൾസ് ബാബേജ് ഈസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ഇറ്റ് ഹാഡ് ലോട്ട്സ് ഓഫ് മെറ്റൽ പാർട്സ് ആൻഡ് ഗിയേഴ്സ്. ആ ഒരു ഇപ്പം ഇയാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻസ് എഞ്ചിൻ്റെ ഉള്ളിൽ ഒരുപാട് മെറ്റൽസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു കുറേ മെറ്റൽസിൻ്റെ പാർട്സും അതേപോലെ ഗിയേഴ്സും. ഈ ഗിയേഴ്സും മെറ്റേഴ്സും കമ്പൈൻ ചെയ്തിട്ടാണ് ഇദ്ദേഹം എന്തുണ്ടാക്കുന്നത്? ഡിഫറൻസ് എഞ്ചിൻ ഉണ്ടാക്കുന്നത്. ദിസ് മെഷീൻ കുഡ് ഡു ഹാർഡ് മാത്സ് സംസ് ഓൾ ബൈ ഇറ്റ്സെൽഫ് ആണ്. അതായത് ഈ മാത്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഫറൻസ് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. പീപ്പിൾ ഡസൻറ്റ് നീഡ് ടു യൂസ് പേപ്പർ ടു സോൾവ് ബിഗ് പ്രോബ്ലംസ് എനിമോർ. ഇറ്റ്സ് മെഷീൻ ഡിഡ് ഇറ്റ്. അതായത് നമുക്കിനി ഈ വലിയ വലിയ പ്രോബ്ലം ചെയ്യാം, അതായത് മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയർ റൂട്ട്, അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പറോ പെന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അതൊക്കെ നമ്മളെ മെഷീൻ ചെയ്തുതരും. ഈ മെഷീൻ നമുക്കെല്ലാം ഹെൽപ്പ് ചെയ്തു. എത്ര വലിയ മാത്സ് ആണെന്നുണ്ടെങ്കിൽ, എത്ര വലിയ ഇക്വേഷൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിഫറൻസ് എഞ്ചിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡിഫറൻസ് എഞ്ചിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആരാണിത് ക്രിയേറ്റ് ചെയ്തത്? ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ദി കമ്പ്യൂട്ടർ ആണ്. സോ നമുക്കിനി അഞ്ചാമത്തെ ഡിവൈസിലേക്ക് കിടക്കാം. അനലിറ്റിക്കൽ എഞ്ചിനാണ് നമ്മുടെ അഞ്ചാമത്തെ ഡിവൈസ്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ചാൾസ് ബാബേജ് ഇൻ 1837. അപ്പോൾ അതും ആരാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അതും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ചാൾസ് ബാബേജ് തന്നെയാണ്. വർഷം 1837 അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് വാസ് എ ന്യൂ കൈൻഡ് ഓഫ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ that could solve complex calculations including multiplication and divisions. ഇവിടെ എന്താണ് പറയുന്നത്? അതൊരു പ്രത്യേക തരം മെക്കാനിക്കൽ കമ്പ്യൂട്ടേഴ്സാണ്. അതൊരു കൈൻഡ് ഓഫ് കമ്പ്യൂട്ടർ പോലത്തെ ഒരു ഡിവൈസാണ്. അതെന്ത് സോൾവ് ചെയ്യാൻ പറ്റും? കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ കോംപ്ലക്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേപോലത്തെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻസ് സോൾവ് ചെയ്യുക. കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു കൊച്ചു എക്സ്പ്ലനേഷൻ കണ്ടോക്കാം. അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത് ദി ഫസ്റ്റ് കമ്പ്യൂട്ടർ ഐഡിയ ആണ്. ഓക്കെ, ഗെസ് വാട്ട്? ചാൾസ് ബാബേജ് ഹാഡ് അനദർ ബിഗ് ഐഡിയ.
അപ്പം ഈ അനലിറ്റിക്കൽ എൻജിൻ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? അതും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ചാൾസ് ബാബേജ് ആണ്. ബിക്കോസ് ചാൾസ് ബാബേജിന് വേറൊരു വലിയൊരു ഐഡിയ ഉണ്ടായി. ഡിഫറൻസ് എൻജിൻ ചെയ്തപ്പോൾ ഈ ചാൾസ് ബാബേജിന് വേറൊരു ഐഡിയ കിട്ടി. അതാണ് അനലിറ്റിക്കൽ എൻജിൻ എന്ന് പറയുന്നത്. സോ ഹു ഈസ് ചാൾസ് ബാബേജ്? ചാൾസ് ബാബേജ് ഈസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. അതൊരു ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ആരാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ന് പറയണം? ചാൾസ് ബാബേജ് എന്ന് പറയണം. ഓക്കെ. He wanted to build a smarter machine called the analytical engine. അങ്ങനെയാണ് ഇയാള് ഈ സ്മാർട്ടർ ആയിട്ടുള്ള മെഷീനായ അനലിറ്റിക്കൽ എൻജിനിൽ എന്ന് പറഞ്ഞ ആ ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ദിസ് വൺ കുഡ് സ്റ്റോർ നമ്പേഴ്സ് ആൻഡ് ഫോളോ ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് എ റിയൽ കമ്പ്യൂട്ടർ ബ്രെയിൻ. അതായത് നമ്മൾ റിയൽ കമ്പ്യൂട്ടർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന് കൊടുക്കും. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ എത്രപാട് കാര്യങ്ങൾ അതിൽ കൊടുത്താലും അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ബ്രെയിൻ ആണ് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളത്. സോ അതേപോലെ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഐഡിയ ആണ് അനലിറ്റിക്കൽ എൻജിൻ എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിൽ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, നമ്മൾ പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അത് ചെയ്യും. അങ്ങനെയാണ് അനലിറ്റിക്കൽ എൻജിൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് നെവർ ഫുള്ളി ബിൽഡ് ബട്ട് ഇറ്റ് വാസ് ദി ഫസ്റ്റ് ഐഡിയ ഫോർ ദി കമ്പ്യൂട്ടർ. അപ്പം അത് ഒരിക്കലും ഫുള്ളി ഡെവലപ്ഡ് അല്ല. ഡെവലപ്ഡ് മീൻസ് നമ്മൾ ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് പകുതി ഉണ്ടത്ര. പക്ഷെ നമുക്ക് എന്താ നമ്മളെ ഹാർഡ് ആയിട്ടുള്ള മാത്സ് ഒക്കെ നമുക്ക് അതിൽ ചെയ്യാനും പറ്റും. ഇതാണ് അനലിറ്റിക്കൽ എൻജിൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ അവസാനത്തെ ഡിവൈസ് ഏതാണെന്ന് നോക്കാം. അവസാനത്തെ ഡിവൈസാണ് ENIAC എന്ന് പറയുന്ന ഡിവൈസ്. സോ അതൊരു ഷോർട്ട് ഫോം ആണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് E എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ആണ്, എന്ന് പറയുന്നത് ന്യൂമറിക്കൽ, I എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റർ, A ആൻഡ് C കമ്പ്യൂട്ടർ. അപ്പോൾ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക്, ന്യൂമറിക്കൽ, ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. വാസ് ദി ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് computer developed by John Mersley and J. Pisper in 1946. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജോൺ മേഴ്സ്ലിയും അതേപോലെ ജെ പ്രിസ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ടാൾക്കാർ കൂടിയിട്ടാണ് ഈ സാധനം ENIAC എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു എൻജിൻ കണ്ടുപിടിക്കുന്നത്. അതെപ്പോഴാണ് ചെയ്യുന്നത്? 1946 ചെയ്യുന്നത്. അപ്പം സോ ഇതാണ് ചാൾസ് ബാബേജിൻ്റെ ഫോട്ടോ. ഹീ ഈസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ്. സോ ഇതാണ് ചാൾസ് ബാബേജ്. നമുക്കൊരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ENIAC. ENIAC എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. സോ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. സോ നൗ ലെറ്റ്സ് സൂം ടു അമേരിക്ക. A team of scientists made a computer called ENIAC. അതായത് ഒരു ടീംസ് ഓഫ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ആരെയാണ്? ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ഒരുപാട് ഐഡിയാസ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരെയാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ടീംസ് ഓഫ് സയൻറ്റിസ്റ്റ്, ഒരുപാട് സയൻറ്റിസ്റ്റ് കൂടിയിട്ടാണ് ഈ കമ്പ്യൂട്ടർ, ഈ ENIAC എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നിർമ്മിച്ചിട്ടുള്ളത്. അത് എവിടെയാണ് നടക്കുന്നത്? അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത്. ഇറ്റ് വാസ് ദി ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. അതാണ് ഫസ്റ്റത്തെ നമ്മൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. സോ ദി ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വിച്ച് ഈസ് ദി ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം കൊടുക്കണം? ENIAC എന്ന് പറഞ്ഞിട്ട് ഉത്തരം കൊടുക്കണം. സോ it is super fast but also super huge. It was so big it filled the world room. സോ അത് ഭയങ്കര ഫാസ്റ്റ് ആണ്. നമ്മളിപ്പം ഒരു ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ആ ഗെയിം കളിക്കാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ ഇത് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് ഉത്തരം നൽകും. ഭയങ്കര ഫാസ്റ്റ് ആണ്. അതേപോലെ ഭയങ്കര ഹ്യൂജ് ആണ്. അതായത് നമ്മളിപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ മൊത്തം ആ ഒരു മെഷീൻ, ആ ഒരു എൻജിനായിരിക്കും ആ റൂമിൻ്റെ ഉള്ളിൽ മൊത്തം ഉണ്ടാവുക. അത്രയും വലിയൊരു റൂം ഫിൽ ചെയ്യുന്ന പോലെ ആയിരിക്കും അതിന് എൻജിൻ ഉണ്ടാവാം. ബട്ട് ഇറ്റ് കുഡ് സോൾവ് തൗസൻഡ്സ് ഓഫ് സംസ് വെരി ക്വിക്ലി ആണ്. സോ അതേപോലെ തന്നെ നമുക്ക് ഒരേ ടൈം നമ്മളിപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും, അധികം 1000 ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതേ സമയത്ത് നമുക്ക് എത്ര പെട്ടെന്ന് ഉത്തരം നൽകാൻ പറ്റും, അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം തിരിച്ചു തരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ENIAC എന്ന് പറയുന്നത്.